അവൻ വേറൊരു പെൺകുട്ടികളുടെ വീഡിയോ കാണൂല. ബാസിന്റെ ഇങ്ങോട്ട് നോക്കൂ, കണ്ടു തുറക്കാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വിഷുവിൻ്റെ അന്നത്തെ ദിവസത്തെ കണിയാണ് കേട്ടോ. ഞങ്ങളുടെ കണിയൊക്കെ കണ്ട് കാശിക്കൂട്ടത്തെ കണീൻ്റെ അടുത്തേക്ക് പോണത് എന്താണെന്ന് അറിയോ? അവന് അവിടുത്തെ അപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ തുള്ളി നടക്കണത് കണ്ടോ. അവരിലൊരപ്പം മിസ്സായത് കാശിക്കൂട്ടനത് എടുത്ത സന്തോഷമാണ്. അവൻ ആ സമ്മതം ചോദിക്കാണ് കേട്ടോ എടുക്കാൻ. എന്റെ മടിയിലേക്ക് വരിക. നേരെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞങ്ങൾ കണി വന്ന് കാണുകയാണ് കേട്ടോ. കാശിക്കുട്ടൻ്റെ മുഖം കണ്ട് ഉറങ്ങി എണീറ്റത്. അവൻ ആദ്യം നനഞ്ഞ് പിന്നെ വിളക്കെത്തിക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അടങ്ങിയിരുന്ന് സ്വാമീനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാശി ഒന്ന് എനർജറ്റിക്കായിട്ട് അപ്പൊക്കെ പോയി എടുത്തത്. അത് കഴിഞ്ഞ് തുമ്പിമോളാണെങ്കിലും എല്ലാവരും പടക്കം പൊട്ടിക്കാനും കമ്പിത്തിരി കത്തിക്കാനും ഒക്കെ ഉള്ള തിരക്കിലതിന് കാശിക്കുട്ടനൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത് അച്ഛനും അച്ഛമ്മയും അവരുടെ വക വിഷ്കൈ നീട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം കാശിക്കുട്ടൻ എല്ലാവരും കൊടുത്തത് കഴിഞ്ഞ് തുമ്പിക്ക് എനിക്കൊക്കെ തന്നെ. ഇതാ കാശി നെയ്യപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. തുമ്പി മക്കളും എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഇതാ കമ്പിത്തിരിയൊക്കെ കത്തിക്കണ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നിട്ടോ. മക്കൾ കണ്ടോ നല്ല രീതിക്ക് കളിച്ച് കത്തിക്കുകയാണ്. തുമ്പിൻ്റെ പേടിയൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. കാശിക്കുട്ടൻ നെയ്യപ്പം ഇതുവരെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിച്ച് മാറ്റി അമ്പലത്തിലൊക്കെ ഒന്ന് പോകാൻ. അത് കഴിഞ്ഞിട്ട് ആട്ടൻ്റെ വീട്ടിൽ വിഷുക്കണി ഒന്ന് പോയി കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വരികയാണ്. അപ്പോൾ തുമ്പിമോള് ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കുകയാണ്. കാശി കണ്ട നെയ്യപ്പം പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. കാശീനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. അവസാനം അവനെ കുളിപ്പിക്കാൻ വിചാരിച്ചിട്ട് അവൻ നല്ല കളിയിലാണ്. കുളിച്ച് മാറ്റി ഇതാ തുമ്പിനോടൊരു പോസ് ഇടാൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അവളുടെ അടിപൊളിയായിട്ട് പോസും കാര്യങ്ങളൊക്കെ ഇട്ട് നിന്ന് ഞങ്ങളിത് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കണേ. അമ്പലത്തിലെത്തി ഞങ്ങൾക്ക് 4 ആൾക്കും വിഷ് കൈനീട്ടം കിട്ടിയതാണ് കേട്ടോ അത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വലമൊക്കെ വെച്ച് നല്ല കുട്ടിയായിട്ട് കാശിമോനാണെങ്കിലും തുമ്പിമോളാണെങ്കിലും നടക്കുകയാണ് കേട്ടോ. ചേച്ചീൻ്റെ കയ്യും പിടിച്ചിട്ട് കാശിക്കുട്ടനാണെങ്കിലും തുമ്പിമോളെ നല്ല കുട്ടികളായിട്ട് തൊഴുത് വലം വയ്ക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടും. അവിടെ ചായയും കാര്യങ്ങളും ഉണ്ടെങ്കിലും കുറച്ച് തിരക്കായതുകൊണ്ട് പിന്നെ കുടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഒന്ന് മൂത്ത ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ വിഷു. നേരെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. എന്താ നമ്മളിപ്പോൾ ഒന്ന് വീട്ടിലെത്തും. കാശിമോൻ ദാ അവിടെ നിന്ന് നല്ല ചായയൊക്കെ കുടിച്ച് ഡാൻസൊക്കെ കളിയാണ് കേട്ടോ. നല്ല പാട്ടാ. അങ്ങനെ മക്കൾ അവിടെ കിടന്ന് കളിക്കട്ടെ, നമുക്കിത് അടുക്കളയിലേക്ക് കയറാം. ഉച്ചക്കലത്തേക്കുള്ള ഫുഡും എല്ലാതും സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതാ നമ്മളെല്ലാവരും അടുക്കളയിലാണ് കേട്ടോ. എല്ലാവരും ഓരോ പണിയിലും കാര്യത്തിലാണ്. അപ്പോൾ അതാ നെയ്ച്ചോറും ചിക്കൻ കറിയും അതേപോലെ മീൻ പൊരിച്ചത് 2 വിഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മക്കളാണ് കേട്ടോ ഫസ്റ്റ്. നമ്മൾ മക്കൾക്കൊക്കെ അതാ കൊടുക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴാണ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്. അങ്ങനെതാ വിഷുവിൻ്റെ അന്ന് ഇറങ്ങുന്ന സിനിമയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് തുമ്മിമോള് പിന്നെ വരണ്ടെന്നും പറഞ്ഞ് അവൾ നല്ല ഉറക്കമാണ് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. കാശിക്കൂട്ട് ബാക്കിയുള്ള ബാലൻസ് അപ്പം കൂടി നമ്മൾ തീർക്കണമല്ലോ. അതും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീർക്കുകയാണ് കേട്ടോ. വിഷുവിൻ്റെ അന്ന് വൈകുന്നേരമാണ് നമ്മളിവിടെ വീട്ടിലേക്ക് പോകല്. അങ്ങനെ ഞാൻ ദാ എൻ്റെ വീട്ടിലെത്തി. കാശിമോൻ ചെറിയ വാശിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. മതിയോ? എന്നാ കുടിച്ചു. എന്തേ കുട്ടീനെ കൊണ്ടുപോയിക്കോ. ടാറ്റാ കുട്ടീനെ. കാശീനെ കൊണ്ടുപോയിക്കോ. ഞാൻ 5 ആയിട്ട് വരാം. പപ്പ പോണേ. അങ്ങനെ അതാ ടാട്ടൻ്റെ കൂടെ അങ്കി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാശിക്കുട്ടന് അങ്കി വേണ്ടാത്ത ദേഷ്യത്തിന് പിണങ്ങി കിടക്കുക. അപ്പം അമ്മൂന്ന് പറഞ്ഞപ്പോൾ ഫോണിലേക്ക് നോക്കുകയാണ് അവൻ. വേറൊരു പെൺകുട്ടികളുടെ വീഡിയോ കാണൂല.
ഈ അമ്മു എന്ന് പറയണത് അവൻ എന്നെ വിളിക്കണതാണ് കേട്ടോ അമ്മൂന്ന്. അങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ അവൻ കണ്ട് നൈസായിട്ട് കുറച്ച് കുറുക്കും കാര്യങ്ങളൊക്കെ അവനെ കൊടുത്ത് ബാക്കി ഇതായിട്ട് ആട്ടൻ്റെ മടി കിടന്ന ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. അഞ്ചിതവിടെ തന്നെ ഉണ്ട്. രണ്ടാളിത് ഉറങ്ങുന്നു. കാറ്റും കൊണ്ട് വലിയച്ഛൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് കിച്ചുതാ ഞണ്ടിനെ പിടിച്ച് വരണത് കേട്ടോ. വെക്കേഷനൊക്കെ അല്ല, അപ്പം മക്കളിതാ റിങ്ങൊക്കെ ഇട്ട് ഞണ്ടിനെ പിടിക്കുകയാണ് കേട്ടോ. അവൻ്റെ ഈ പ്രായത്തിൽ ഞാനും കുറേ ഇങ്ങനെയൊക്കെ നടന്നതാണ് കേട്ടോ. അപ്പോൾ നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അവൻ്റെ കൂടെ മെല്ലെ 2-3 റിങ്ങൊക്കെ വലിക്കാൻ മെല്ലെ ഒന്ന് കൂടെ കൂടിയതാണ് കേട്ടോ. ഞണ്ടിനെ കിട്ടിയെന്ന് നോക്കാം നമുക്ക്. കുഞ്ഞപ്പൻ ഒഴിവാക്കി വെക്ക്. ആ കാട്ടി ഞാൻ നോക്കട്ടെ. ഒഴിവാക്കി താഴ്ത്തേക്ക് പോയിക്കോളൂ. വെള്ളത്തിലിടണ്ട, താഴ്ത്തോ. ആ പോയിക്കോട്ടെ. കാരണം അത് ഇനി അത് കിടക്കും. ഒന്ന് കിച്ചുവിൻ്റെ കൂടെ മെല്ലൊക്കെ ഒന്ന് നടന്ന് പിന്നെ അവൻ ഞണ്ടിനൊക്കെ പിടിച്ച് നടക്കുകയാണ് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ ടൈമായി. അമ്മതാ നെയ്ച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറല്ല കേട്ടോ, ബിരിയാണി. അങ്ങനത്തെ ബിരിയാണിയൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനും അനിയനും അത് സെറ്റാക്കുകയാണ് കേട്ടോ. പാത്രമൊക്കെ എടുക്കുക, ഒക്കെ തട്ടി മറിച്ചിട്ടൊക്കെ ഒന്ന് എടുക്കുകയാണ്. അത് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വിളമ്പി കൊടുക്കണേ. കാരണന്മാർക്ക് ആദ്യം വെച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് പീസും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ കൊടുത്ത് നമ്മളിതാ മേശപ്പുറത്തൊക്കെ വിളമ്പാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. മക്കളും അപ്പം കിച്ചും എല്ലാവരും ഉണ്ട്. വെച്ച് കൊടുത്താലേ പിന്നെ എനിക്കുള്ളതുണ്ടോ, അതിൽ ഞാൻ തന്നെയായിരിക്കും. അത് ഞാൻ വേറെ ആർക്കും കൊടുക്കാറില്ല. അങ്ങനെ ഇതാ കാശിക്കുട്ടനും അതൊന്ന് കുറേശ്ശെ കൊടുക്കുകയാണ്. അവന് തൈര് ഭയങ്കര ഇഷ്ടമാണ്. തൈരൊക്കെ കൂട്ടി അവന് കൊടുക്കുന്നുണ്ട്. നല്ല കുട്ടിയായിട്ട് അവൻ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ വന്ന മക്കളെല്ലാവരും ഉണ്ടാവും. നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഫേസിൽ ഓരോന്ന് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും പരീക്ഷിക്കാനുണ്ടോ. ഞാനും ടാട്ടനും അനിയനും കിച്ചും മാമനും ആര്യമ്മോളും എല്ലാവരും ഉണ്ടേനി കേട്ടോ. ഇതാ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് ഇട്ട് കൊടുത്ത് മുഖത്തെ മസാജൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കാശീനെ പേടിപ്പിക്കുകയാണ് കിച്ചു. അങ്ങനെ ഈ കൊല്ലത്തെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.